ഹൈ, സ്പാം എന്ന് കേട്ടിട്ടില്ലേ? അൺനെസസറി ഓർ പോയിന്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്നതിനാണ് സ്പാം എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ മെസ്സേജസിലും ഇമെയിൽസിലൊക്കെ സ്പാം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ആണ്. അതായത് കുറേ ആളുകൾക്ക് ഒരേ മെസ്സേജ് റിപ്പീറ്റഡ്ലി അയച്ചു കഴിയുമ്പോഴാണ് അത് സ്പാം എന്ന് പറഞ്ഞ കാറ്റഗറി ചെന്ന് വീഴുന്നത്. ഈ സ്പാം എന്ന് പറയുന്ന മെസ്സേജസിനെ ഇമെയിൽസിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പോയിന്റ്ലെസ് ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താലും അതിനെ സ്പാം എന്ന് പറയാം. പക്ഷേ സ്പാം എന്ന് പറഞ്ഞ വേർഡ് എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തെന്നറിയാമോ? പറഞ്ഞുതരാം. അതായത് 1970 സ്പാം എന്ന പേരുള്ള ഒരു കോമഡി സ്കെച്ച്. അതിൻ്റെ അകത്ത് ഒരു കഫേയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വെയിട്രസ് അവിടുത്തെ മെനുവിലുള്ള ഡിഷുകളെല്ലാം വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാർ ഏത് ഡിഷ് വായിച്ചാലും അതിൻ്റെ അകത്തെല്ലാം സ്പാം ഉണ്ടാവും. സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ക്യാനിനകത്ത് വെച്ചിട്ടുള്ള മീറ്റില്ലേ, പോർക്ക് ഓർ ഹാമൊക്കെ, ആ സാധനം. അവസാനം പുള്ളിക്കാർ ഡിഷുകൾ സ്പാമെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പം അവിടെ ഇരിക്കുന്ന കുറച്ച് വൈക്കിംഗ് പാറ്റേൺസ് ഉണ്ട്. ഇവന്മാർ ആരെന്ത് സംസാരിച്ചാലും സ്പാം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആക്ച്വലി ഇതാണ് ഇന്നത്തെ കേസിൽ സ്പാം എന്ന് പറഞ്ഞ വേർഡിൻ്റെ സോഴ്സ്. പിന്നീട് ഈ 1990s ഇമെയിലുകളിലോട്ട് വല്ലാണ്ട് ജങ്ക് മെയിലുകൾ ഫ്ലഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത്തരം മെയിലുകളെ സ്പാം എന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായാലോ, സ്പാം എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് സ്പാമിൽ നിന്നാണ്. ബൈ ദ വേ, ഇതും സ്പാമാണ്. ശരി, എന്നാൽ തരാം.